ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്, ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം ഫുൾ മൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ബാധിച്ചത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ടു ഓഫ് സോർഡ്സ്, the devil, the sun, five of cups, two of cups, ace of swords, നമുക്ക് ബോട്ടം എനർജി പേജ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇത് കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. സിക്സ് ഓഫ് കപ്സ്, the chariot, nine of cups, three of pentacles, പേജ് ഓഫ് സോർട്സ്. നമുക്ക് 2 തവണ ആ ഒരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് സ്പൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ്, eight of wands, four of wands, ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോർട്സ് ആണ്. നമുക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. എന്ന് പറയുന്നത്. ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും കാലം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ
ലൈഫിൽ സന്തോഷത്തിൻ്റെ നാളുകൾ വരാനായിട്ട് പോകുന്നു എന്നൊരു സൂചനയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി നിർത്തിയ രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കാൻ പറഞ്ഞ സമയത്ത് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ. അന്ന് ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മനസ്സ് ആകെ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മോചനം ഉണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി കിട്ടുന്ന സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റ് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതുമാകാം. അതുമല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഏത് ഡിഫിക്കൽട്ട് ഫേസിനും ഒരു ഹാപ്പി ഫേസ് ഉണ്ടാകുന്നത് പോലെ ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ സാഹചര്യങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെ കൂടാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ, അത് ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വ്യക്തിയെ എന്തെങ്കിലും അസുഖങ്ങൾ അലട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പം പതിയെ പതിയെ അതെല്ലാം മാറി അവരുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഒരു പ്രകാശം വരുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് സൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ അവർക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. ഈ ഒരു റീഡിംഗ് കൂടുതൽ റെസൊനേറ്റ് ചെയ്യുന്നവർ ഒരുപാട് നാളുകളായി റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ലാതിരുന്ന വ്യക്തികളായിരിക്കാം. അതായത് എന്താണ് റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്നോർത്ത് ഭയങ്കരമായ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവാത്ത അവസ്ഥയായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതായത് ആർക്കും പിടികൊടുക്കാതെ നടന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ സാന്നിധ്യം അറിയാൻ തുടങ്ങിയിട്ടുണ്ടാവാം. കുറേ നാളായിട്ട് വാട്സപ്പിലൊക്കെ കാണാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് വിസിബിൾ ആകാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അതായത് അവരുടെ സന്തോഷം അറിയിക്കുന്ന തരത്തിലുള്ള പോസ്റ്റൊക്കെ നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടാവാം. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമാണ്. അവരുടെ ലൈഫിലെ സന്തോഷങ്ങളൊന്നും തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് 5 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റിൽ അവരുടെ ലൈഫിലെ എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്ത വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. പക്ഷേ ഇപ്പോൾ അവർക്കതിന് സാധിക്കാത്തതിൽ അവർക്ക് ധാരാളം വിഷമമുള്ളതായിട്ട് കാണുന്നു. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഇനി അങ്ങോട്ടുള്ള ജീവിതവും അവരുടെ ആ ഒരു സ്നേഹം മുഴുവൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് ഹാൻഡ്സ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം എൻഡ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ആദ്യമായി തുടങ്ങുന്നത് പോലെ, അതായത് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ പുതിയ തുടക്കത്തിലേക്ക് വരിക അതുപോലെ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അതാണ് 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒന്നിച്ച് ഏതെങ്കിലും പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത പ്ലേസസ് ആയിരിക്കാം. അതെല്ലാം ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉറച്ച നിലപാടെടുത്തതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തിരികെ വരാനായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കാത്തിരുന്ന വ്യക്തിയാണെങ്കിൽ അതിനുള്ള ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാനായി പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഫലം കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. അവരുടെ ലൈഫ് പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂടി അവരുടെ കൂടെ വേണം എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സക്സസ് ലഭിക്കാനായിട്ട് പോകുന്നത്. അവരുടെ ലൈഫിന്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ചിലപ്പോൾ സപ്പോർട്ടായിട്ട് ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അങ്ങനെ ആരുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളില്ലെങ്കിൽ അവരുടെ ലൈഫ് ശൂന്യമാണ് എന്നുള്ളത് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പൂർത്തീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും ഉണ്ടാകാം. നിങ്ങൾക്ക് ഒരുമിച്ച് യാത്രകൾ ചെയ്യണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നടക്കാതെ പോയ വ്യക്തികളായിരിക്കാം നിങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ അതെല്ലാം വീണ്ടും പൂർത്തീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കാർഡ്സ് എടുത്തപ്പം ഈ ഒരു വ്യക്തി പേജ് ഓഫ് സോൾസിന്റെ എനർജി നമുക്ക് കിട്ടിയിരുന്നു അല്ലേ. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയാനായി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറൻറ്റ്ലി നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പം നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവർക്കുള്ളതായിട്ട് കാണുന്നു. നിങ്ങളെ അവർ നല്ല രീതിക്ക് സ്പൈ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് വേണം അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നാളുകളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ക്ലാരിറ്റി ആയിരിക്കാം, അതെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചന എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ആ ഒരു സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കാലം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയില്ല എന്നുള്ള കാര്യമായിരിക്കാം. ഇത്രയും സത്യസന്ധമായി ഞാൻ പെരുമാറിയിട്ടും എനിക്ക് ഇത്രയും തിരിച്ചടികളാണല്ലോ ദൈവമേ ലഭിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലല്ലോ എന്ന സങ്കടം നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു നീതി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. ചിലവരൊക്കെ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തിയുമായി ഒരുപാട് സന്തോഷകരമായ സമയങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന സൂചനയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുമിച്ചുള്ള സെലിബ്രേഷൻസ്, ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും അതുവഴി നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവാനായിട്ട് പോകുന്നു. നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന ഒരു മാരേജ് ആയിരിക്കാം നടക്കാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്ററാണ് ഇനിയും സ്റ്റാർട്ട് ആവാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നു. എല്ലാ ക്ലാരിറ്റിയോടും കൂടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ആകുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തുന്നതാണ്. അതാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്.
മേ ബി ഈ ഒരു റീഡിംഗ് കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം. ഇത്രയും കാലം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കാണ് ഒരു ജസ്റ്റിസ് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത മാനിഫെസ്റ്റേഷൻ്റെ പവർ കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി തിരികെ വരാനായിട്ട് പോകുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കിവിടെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫുൾ മൂൺ ഡേയിൽ, ഈ ഫുൾ മൂൺ കഴിഞ്ഞ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി അങ്ങനെയാണ്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ദി ഹെർമിറ്റ്, the tower, knight of swords, four of wands, ace of swords. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജിലും ഫോർ ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിലും ഫോർ ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് സോർട്സ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു റീഡിംഗ് കാണുന്ന കുറച്ച് പേരെങ്കിലും ഒരു മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ഒരു വ്യക്തിയുമായിട്ട്. അതെന്തായാലും പൂവണിയാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസിൽ നോക്കാം. ജസ്റ്റിസ്, എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. മേ ബി നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനൊക്കെ അതിൻ്റെ റിസൾട്ട് ആയിരിക്കാം ഇതെല്ലാം. എന്താണ് യൂണിവേഴ്സ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്? ദി ലവേഴ്സ്, ദ സൺ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്. ഒരു കാർഡ് കൂടെ നോക്കാം. സ്ട്രെങ്ത്. ഇവിടെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ദി മൂണാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടായിരിക്കാം, സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, വേണ്ട എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് നോക്കാം. ഞാൻ നിന്നെക്കുറിച്ചും നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ ഞാൻ നേരിട്ടു. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നീ ഇത്രയും കാലം കാത്തിരുന്ന നമ്മുടെ ലൈഫിൻ്റെ സെലിബ്രേഷന് വേണ്ടി ഞാൻ ഉടനെ നിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. നീയുമായി ലൈഫിൻ്റെ അടുത്ത അധ്യായം തുടങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. റിലേഷൻഷിപ്പ് ഗൈഡൻസ് നോക്കാം. നിങ്ങൾ അർഹിക്കുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ദൈവികമായ കണക്ഷനായിട്ട് ഇവിടെ കാണുന്നു. ഈ ബന്ധത്തിൽ സന്തോഷം വരുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളിൽ ആർക്കോ ഒരു ഭയമുള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ ഭയമുണ്ടായിരിക്കാം. നിങ്ങളുടെ ബന്ധത്തിലെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടാവാം. വളരെയധികം സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കണം. ഈ ബന്ധം മുന്നോട്ട് നിലനിൽക്കാൻ വേണ്ടി പരസ്പര വിശ്വാസവും ക്ഷമയും ആവശ്യമാണ്. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ്.